പൊതുവെ വരുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം മെയിനായിട്ടും വരുന്നത് ജി-ടെക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി നൽകുന്ന കോഴ്സിനെ കുറിച്ചാണ്. അതായത് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ്. ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം കോഴ്സിനൊരു ഫീ ഉണ്ട്, നല്ലൊരു ഫീ തന്നെയാണ്. അങ്ങനെ കോഴ്സ് പഠിച്ചിട്ട് ജോലി ലഭിക്കുമോ എന്നാണ് ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യം ഇത് ആദ്യമല്ല, പല രീതിയിൽ പല സമയത്ത് ഇതേ ചോദ്യം വന്നിരുന്നു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആരാണ് നൽകേണ്ടത്? ആസ് എൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് എനിക്ക് പറയാൻ പറ്റും, ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് എന്ന കോഴ്സിൽ കൊടുക്കുന്ന സിലബസും അതോടൊപ്പം അത് പഠിക്കുന്ന ആളുടെ കഴിവും അനുസരിച്ചായിരിക്കും ഒബ്വിയസ്ലി ജോലി ലഭിക്കുക എന്നുള്ളത്. പക്ഷേ അതുമാത്രമല്ല, ഇതുപോലുള്ള ജി-ടെക് പോലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോഴ്സ് നൽകുമ്പോൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് സർവീസ് നൽകുക എന്നുള്ളത്. അതായത് ജോലി ലഭിക്കാനുള്ള ആദ്യ പടിയായ ഒരു ഇൻ്റർവ്യൂ വരെ എത്താനുള്ള സഹായം നൽകുക എന്നുള്ളത്. അതോടൊപ്പം ഒരു കുട്ടിക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. തിയറി മാത്രമല്ല, ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, ലാബ് പ്രാക്ടീസ് മാത്രമല്ല, റിയൽ വേൾഡിൽ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നൽകുക വഴി എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്നത്? തീർച്ചയായിട്ടും ആ കുട്ടി ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോൾ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂട്ടുകയാണ്. ജി-ടെക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം ഏതെങ്കിലും കുട്ടികൾ ഈ ഒരു എപ്പിസോഡ് കാണുകയാണെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ആ കോഴ്സ് കൊണ്ട് എത്രത്തോളം വാല്യബിൾ ആകുന്നു എന്നതിനനുസരിച്ചായിരിക്കും ജോലി ലഭിക്കുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് കുട്ടികൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. വെറും ഒരു കോഴ്സ് നൽകുക, ഒരു സർട്ടിഫിക്കറ്റ് നൽകുക, ഒരു ഗ്രാജുവേഷൻ ഇവൻ്റ് നൽകി കളർഫുൾ ആക്കുക എന്നത് മാത്രമല്ല, മറിച്ച് അവർക്ക് ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യം, പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്.